എന്തായാലും സൈഫ് നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സോളാർ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെതിരെ തുറന്നടിച്ച മുൻ DGP A. ഹേമചന്ദ്രൻ. കമ്മീഷൻ അന്വേഷിച്ചത് സ്ത്രീ പുരുഷ ബന്ധത്തിലെ മസാല കഥകൾ മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. സദാചാര പോലീസിന്റെ മാനസികാവസ്ഥയിലായിരുന്നു കമ്മീഷൻ. നീതി എവിടെ എന്ന പേരിൽ ഇന്ന് പുറത്തിറങ്ങുന്ന ആത്മകഥയിലാണ് അദ്ദേഹത്തിന്റെ A. ഹേമചന്ദ്രന്റെ തുറന്നു പറഞ്ഞത്. വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, നമുക്ക് മടങ്ങി വരുമ്പോൾ ഈ ഹേമചന്ദ്രൻ പൊതുവിൽ നിശബ്ദനായ ഒരു സ്വാത്വികനായ ഒരു ഉദ്യോഗസ്ഥൻ, അതാണ് അദ്ദേഹത്തിനുള്ള ഇമേജ്. പക്ഷെ അദ്ദേഹം ആത്മഹത്യയിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് ഈ ഹേമചന്ദ്രന് ഈ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കിയതാണ്. സസ്പെൻഷൻ പോലെയുള്ള ചില അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഹേമചന്ദ്രൻ ഈ ആത്മകഥയിൽ പറയുന്നത്? അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ എങ്ങനെയാണ്? അശ്വതി, കെ ഹേമേന്ദ്രന്റെ ആത്മകഥയാണ് പുറത്തിറങ്ങുന്നത്. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നത് സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. വലിയ വിവാദമായ സംഭവമാണ്. ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ നടപടികൾ വലിയ തോതിൽ വിമർശന വിധേയമായതാണ്. ആ കമ്മീഷന്റെ പ്രവർത്തന കാലത്ത് തന്നെ ആക്ഷേപങ്ങൾ നേരിട്ടിരുന്നു. ഇതിലെ ഹർജിക്കാര് തന്നെ ഈ കമ്മീഷനെതിരെ നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏതാണ്ട് ഒരു ദിവസം തന്നെ 13 മണിക്കൂറോളം കമ്മീഷന്റെ മുന്നിൽ ഇതിന് മൊഴി കൊടുക്കുകയും ഒക്കെയും ചെയ്താണ്. ആ സമയത്ത് തന്നെ കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ വന്നത് കമ്മീഷൻ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ, അതായത് കമ്മീഷൻ എന്താണോ നൽകിയിട്ടുള്ള ടേംസ് ആൻഡ് റഫറൻസ് അതിന് പുറത്തേക്ക് പോവുകയും വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ചോദിക്കുകയും ചെയ്യുന്നു എന്ന ആക്ഷേപം അത് തുറന്നു പറഞ്ഞാണ് ഇപ്പോൾ A. ഹേമേന്ദ്രന്റെ പുസ്തകവും വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മസാലക്കഥകളായിരുന്നു, സ്ത്രീ പുരുഷ ബന്ധത്തിലെ മസാലക്കഥകൾക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് ഈ കമ്മീഷന്റെ പ്രവർത്തനം ഉണ്ടായത്. ഇതിന്റെ ടേംസ് ആൻഡ് റഫറൻസ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എന്ന വിമർശനം അന്ന് ഹേമേന്ദ്രനെതിരെ പരാതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹവും മൊഴി നൽകാൻ എത്തിയതാണ്. അവിടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക്, ഒരാളുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു കയറാനുള്ള നീക്കമാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആക്ഷേപമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. കമ്മീഷന്റെ കണ്ടെത്തലുകൾ പിന്നീട് ഹൈക്കോടതി തന്നെ പ്രധാനപ്പെട്ട അതിൽ ഈ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലയിലേക്ക്, ഹൈക്കോടതിയെയും ഒഴിവായി പോകുന്ന നിലയിലേക്കുമൊക്കെയും അതിന്റെ നിയമ നടപടികൾ നീങ്ങിയിരുന്നു. ഏതായിരുന്നാലും അങ്ങനെയുള്ള ഒരു വിമർശനം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആ വിധിയുടെ മറവിൽ എല്ലാ അജണ്ടകളും നടപ്പാക്കപ്പെട്ടു. നിരീക്ഷക സമിതിയിലെ അംഗം എന്ന നിലയ്ക്ക് ഈ അവിടെ പോലീസിനുണ്ടായ വീഴ്ചകൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിശദീകരിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഹേമേന്ദ്രൻ പറയുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പോലും തീർച്ചയായും വിനോദ്, ഇത് വളരെ ഗൗരവമുള്ള ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹത്തിന്റെ നീതി എവിടെ എന്ന ആത്മകഥ ഇന്ന് പുറത്തിറങ്ങുകയാണ്. അതിലാണ് ഇത്തരത്തിൽ സോളാർ കേസ് അന്വേഷിച്ച ശിവരാജൻ കമ്മീഷനെതിരെ വലിയ തുറന്നടിക്കൽ ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്കിത് വിശദമായി ചർച്ച ചെയ്യാം. വിനോദ്, നമുക്ക് ചില വളരെ പ്രധാനപ്പെട്ട കായിക വാർത്തകൾ